ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് 30 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 8 ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പരിപാടി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഈ ഒരു പരിപാടിയാണ്. എന്താ, എൻ്റെ ഡെസ്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഞാൻ രാവിലത്തെ ക്ലിപ്പും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, വിട്ടുപോയതാണ്. പിന്നെ എന്താ, വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി. അങ്ങനെ അവിടെ തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ലാസ്റ്റ് പിന്നെ എഴുന്നേറ്റ് വന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഡെസ്ക് നല്ല അലമ്പായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ എക്കണോമിക്സ് എടുത്തു. എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്. ലൈക്ക് ഇൻട്രൊഡക്ഷൻ പോർഷനൊക്കെയാണ്. അപ്പോൾ തിയറിയാണ് കംപ്ലീറ്റ്ലി. ഫസ്റ്റ് 2 ചാപ്റ്റർ ഓക്കെയാണ്. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട്. കാരണം തിയറി പാർട്ട് അതിനകത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് മെനക്കെട്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വലിയൊരു മെനക്കുണ്ട്. പക്ഷേ തിയറി എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നത് അതിനകത്താണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും. പ്രാക്ടിക്കലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എനിക്ക് സയൻസ് ഇഷ്ടമായിരുന്നു. അല്ല, 10th വെച്ചിട്ട് എനിക്ക് സയൻസ് ഇഷ്ടമായിരുന്നു. സയൻസിനകത്ത് നമുക്കിപ്പോൾ എനിക്ക് ബയോളജി ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിസിക്സിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് തിയറി മാത്രമല്ല ഇതും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബോറടിക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് സയൻസിനെക്കാട്ടും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എപ്പോഴും സോഷ്യൽ സയൻസിനായിരുന്നു. കാരണം എനിക്ക് തിയറി ലൈക്ക് ഞാൻ മനസ്സിലാക്കി പോയിട്ട് എഴുതും, അത് കറക്റ്റായിട്ട് വരാറുമുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഏതായാലും അത് പഠിച്ചുകൊണ്ടിരുന്ന ഡെയിലി ഞാൻ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നർ കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട്. എൻ്റെ മീൻകറിയും ഈ തോരനും ചെമ്മീൻ വറുത്തതും മീൻ വറുത്തതും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും പഠിക്കാനിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതുപോലെ എനിക്ക് തിയറി സബ്ജക്റ്റ് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിനകത്ത് തന്നെയാണ്. ഇപ്പോൾ സയൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രി ഉണ്ടല്ലോ. ഈ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണെങ്കിലും എനിക്ക് അതിനെക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് നോക്കുമ്പോൾ ബയോളജിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കി കൊണ്ട് പോകുന്നു, തിയറി അതിൻ്റെ തന്നെ എഴുതുമ്പോൾ എനിക്കത് മാർക്ക് കിട്ടാറുണ്ട്. ഞാൻ അത് ആ രീതിയിൽ പഠിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ മെയിൻ ആയിട്ടുള്ള ഫാക്ട്സ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും, അത് പഠിക്കും, അത് എഴുതും, എനിക്ക് മാർക്ക് കിട്ടും. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും. ഈവൻ ഫൈനൽ എക്സാം, ബോർഡ് എക്സാമിന് പോലും എനിക്ക് സോഷ്യൽ സയൻസിന് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു. എനിക്ക് 88 ഉണ്ടായിരുന്നു സോഷ്യൽ സയൻസിന്. അപ്പോൾ എനിക്ക് അതുപോലെ തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ്സിൻ്റെ ബുക്ക് ഞാൻ തുറക്കുമ്പോൾ ലൈക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ലൈക്ക് ഭയങ്കര നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിലായാലും നോട്ട് ബുക്കിലായാലും തന്നിട്ടുള്ളത്. ഭയങ്കര ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മൊത്തം നമ്മൾ പഠിക്കണം. നമുക്ക് ഒരു പോയിന്റ് പോലും നമുക്ക് വേണ്ടാത്തത് എല്ലാം വേണം. ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ നമ്മളെന്താ ഒരു ഹൈലൈറ്റ് എടുത്തിട്ട് നമ്മളിതിനെ മാർക്കല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മൊത്തം ഇമ്പോർട്ടൻ്റ്, മൊത്തം മാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മളത് ഈ അറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിന് ഫുള്ളി കംപ്ലീറ്റ്ലായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരവസ്ഥയാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കി പഠിക്കണം. കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇതുവരെ എൻ്റെ സോഷ്യൽ സയൻസ് ഒന്നും ഞാൻ കാണാപ്പാഠം പഠിച്ചിട്ടില്ല. അപ്പോൾ സോഷ്യൽ സയൻസിൽ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ ബിസിനസ്സിന് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും അല്ല, എന്തായാലും ബിസിനസ്സിന് ഞാൻ അതുപോലെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. പ്രോപ്പറായിട്ട് സംഭവം മനസ്സിലാക്കി പഠിക്കുക, പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എക്കണോമിക്സിൻ്റെ. അപ്പം ഞാൻ നോട്ട് ഉണ്ടാക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് എൻ്റെ 10th-ലായിരുന്നു. 10th-ൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ഞാനാണെങ്കിൽ നോട്ടും കാര്യങ്ങളൊക്കെ അവസാനമൊക്കെ ആയപ്പോഴേക്കും നോട്ടിൻ്റെ പ്രോപ്പർ നോട്ടുണ്ടായിരുന്നു. ഈ സയൻസിനൊക്കെ നോട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള നോട്ടുണ്ടായിരുന്നു. സോഷ്യൽ സയൻസിന് മാത്രമാണ് എനിക്ക് പ്രോപ്പർ നോട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്യാവശ്യം എല്ലാം അറിയാമായിരുന്നു. ഞാൻ പിന്നെ ചില ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് മിനറൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുവരെയും പഠിച്ചിട്ടില്ല ആ ചാപ്റ്റർ. സോഷ്യൽ സയൻസിലെ പിന്നെ ഗ്ലോബലൈസേഷനോ അതും പഠിച്ചിട്ടില്ല. എനിക്ക് ആ ചാപ്റ്റർ അറിയാൻ പാടില്ല. ഈ 2 ചാപ്റ്റർ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അതിനകത്ത് എനിക്ക് പ്രീ ബോർഡിനും ബോർഡിനും ഒന്നും ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റേജ് അനുസരിച്ചാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. വെയിറ്റേജ് അനുസരിച്ചെന്നല്ല, എനിക്ക് പഠിക്കാനും തോന്നിയില്ല. പിന്നെ എക്സാം ഒന്നും അതിനകത്ത് നല്ലതായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുമില്ല. ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിന് മാർക്കും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്തായാലും. ആ ചാപ്റ്ററിന് ഞാൻ കംപ്ലീറ്റ്ലി നോട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോഷ്യലിന് എന്ന് വെച്ചാൽ ഹിസ്റ്ററിക്ക് ഞാൻ ഫസ്റ്റ് 2 ചാപ്റ്റർ എന്തോ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റർ കഴിഞ്ഞു. സോഷ്യലിനൊക്കെ അങ്ങനെയാണ്. കാരണം നമുക്ക് ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പം നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഞാൻ ചില ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിന്റ് കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി. ജോഗ്രഫി ഫുള്ള് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നല്ല, ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫുള്ള് അതിൻ്റെ ഫുൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചു നോക്കി. അത് ഒരു വീഡിയോ കിട്ടി. ആ വീഡിയോയിലുണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പഠിച്ചു.
അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എക്കണോമിക്സ് ഞാൻ ഫുൾ ചാപ്റ്ററിൻ്റെ നോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെന്താ സിവിക്സ് ഞാനൊന്നും നോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടുണ്ടാവും, അല്ലാണ്ട് അതിനെല്ലാത്തിനും നോട്ട് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. എല്ലാത്തിനും നോട്ട് ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടൊക്കെ വരും, ഒരാവശ്യമില്ല അതിൻ്റെ. അത്രത്തോളം നമ്മുടെ മെമ്മറിയിൽ നിൽക്കത്തുമില്ല. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സയൻസിന് ഞാൻ കംപ്ലീറ്റ്ലി നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സയൻസ് എനിക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബിസിനസ്സിൻ്റെ നോട്ടൊക്കെ നല്ലപോലെ വലിച്ച് നീട്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ബിസിനസ് അല്ലല്ലോ, ബയോളജിയുടെ നോട്ടൊക്കെ നല്ല വലിച്ച് നീട്ടിയിട്ട് ഓരോ ചെറിയ കാര്യങ്ങൾ വരെ ആ നോട്ടിലുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ചാപ്റ്റർ, ആ ഒരു സംഭവം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം മാക്സിമം അതെല്ലാം എലാബറേറ്റ് ചെയ്തിട്ട് നല്ല വലുതാക്കിയിട്ടൊക്കെയാണ് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും വന്ന് പഠിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ എനിക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. അത് മാത്രം ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും, ബാക്കിയെല്ലാം ഞാൻ മനസ്സിലാക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എക്കണോമിക്സും ബിസിനസ്സും അക്കൗണ്ടൻസി ഇതൊക്കെയാണ് എനിക്ക് പുതിയതായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനും നോട്ട് ഇപ്പോഴേ ഉണ്ടാക്കിക്കൊണ്ട് പോയാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും നോട്ട് ടേക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് വീണ്ടും ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നോട്ട് ഉണ്ടാക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെറുതെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ പോരെ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇത് വെറുതെ മണ്ടത്തരമായിപ്പോയി. ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് നോട്ട് പ്രോപ്പറായിട്ട്. ഈ ഒരു ശീലം ഇനി കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഇതുവരെ ഓക്കെ ആയിട്ട് ആ ഒരു ദിവസം ഞാൻ മര്യാദയ്ക്കിരുന്ന് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ടിരുന്ന് എഴുതുന്നുണ്ടായിരുന്നു. നമ്മൾ എഴുതിക്കൊണ്ട് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ വേറെ എങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവില്ല. നിങ്ങൾ നോട്ട് എഴുതുന്നില്ലെങ്കിലും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോകാനെങ്കിലും നോക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആയി പോവില്ല. ഞാനാണെങ്കിൽ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.